ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ചുരുക്കം ചില വാചകങ്ങൾ എൻ്റെ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞതിന് ശേഷം നമുക്ക് വചനത്തിലേക്ക് തിരിയാം. എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗം സഹോദരൻ ജോൺ ജോർജിൻ്റെ വാചകങ്ങളോട് നിങ്ങൾ കേട്ടതുകൊണ്ട് ആ ഭാഗം ഞാൻ ആവർത്തിക്കുന്നില്ല. 2008 മുതൽ 2011 വരെ ബൈബിൾ കോളേജിൽ പഠിച്ചതിന് ശേഷം 2011 മുതൽ 2019 വരെ ദേറാ ബ്രദറൻ സഭയിൽ, അതായത് ദുബായിൽ എൻ്റെ മാതൃസഭയിൽ 8 വർഷത്തോളം വേലയിലായിരിക്കാൻ ദൈവം ഇടയാക്കി. അതിനുശേഷം 19 മുതൽ ഇന്നേ വരെ നാട്ടിൽ മുളന്തുരുത്തിൽ താമസിച്ച് കൊച്ചിൻ ബൈബിൾ ചാപ്പലോടുള്ള ബന്ധത്തിലാണ് ഞാൻ എൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടർന്നും എൻ്റെ വേല ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. വൈഫും 3 മക്കളും എന്നോടൊപ്പം ഇരുന്നുണ്ട്. പറഞ്ഞതുപോലെ എൻ്റെ മദറിൻലോ ഞങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ വചന ചിന്തയ്ക്കായിട്ട് നമുക്ക് സങ്കീർത്തനം 139 ആ ഭാഗം നമുക്ക് ഈ സമയത്തിൽ ചിന്തിക്കാം. സങ്കീർത്തനം 139 ആദ്യത്തെ വാക്യം മുതൽ 6ാമത്തെ വാക്യം വരെ പ്രാരംഭമായിട്ടൊന്ന് വായിക്കാം. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ ഇല്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. ഈ വായിച്ച വാക്യങ്ങളിൽ നാം കാണുന്ന വിഷയം ദാവീദിൻ്റെ മേലുള്ള യഹോവയുടെ സർവജ്ഞാനം, അതിൻ്റെ യാഥാർത്ഥ്യവുമാണ്. ഇസ്രായേലിന് ചുറ്റുമുള്ള മറ്റ് മതങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ അതിലെ ദൈവങ്ങൾക്ക് മനുഷ്യരോട് പ്രത്യേകിച്ചൊരു മമതയുമില്ല. ആ ഒരു വേൾഡ് വ്യൂ നമ്മൾ ശ്രദ്ധിച്ചാൽ മനുഷ്യൻ്റെ ഉന്നമനമോ അല്ലെങ്കിൽ കൺസേൺ ഒന്നും ഇല്ലാത്ത ഒരു കൾച്ചറിൽ നിന്നും വളരെ വ്യത്യാസമുള്ള ഒരു വിവരണമാണ് ദാവീദ് എന്ന എഴുത്തുകാരൻ ഇസ്രായേലിൻ്റെ ദൈവമായ ഏകസത്യ ദൈവത്തെപ്പറ്റി, തൻ്റെ സർവജ്ഞാനത്തെപ്പറ്റി ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ ഏകസത്യ ദൈവം, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ഈ ഏകസത്യ ദൈവം ഈ ലോകത്തിലുള്ള കോടാനുകോടി ജനങ്ങളുടെ ഇടയിൽ, അതോടൊപ്പം തന്നെ ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലും ജീവിക്കുന്ന അനേകം ജീവികളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായ ദാവീദിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നു എന്നുള്ള ഒരു അവതരണമാണ് നമ്മളിവിടെ കാണുന്നത്. ദാവീദ് ഇവിടെ ഇങ്ങനെയല്ല പറയുന്നത്, ഈ ലോകത്തിലെ ദൈവത്തിന് എന്നെപ്പറ്റി മാത്രമേ ചിന്തയുള്ളൂ എന്നുള്ളതല്ല ദാവീദ് പറയുന്നത്. അത് നമ്മളിവിടെ ശ്രദ്ധിക്കണം. ഈ ഭാഗത്തിലെ കാതലായ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സർവജ്ഞാനം എല്ലാ സൃഷ്ടികളുടെ മേലും ഉണ്ട്, അതിൽ ദാവീദും ഉൾപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ വായിച്ച ഭാഗത്ത് ദാവീദ് എല്ലാ ദിവസവും ചെയ്യുന്ന ഒട്ടും പ്രാധാന്യമില്ല എന്ന് തോന്നിക്കുന്ന കാര്യങ്ങളിൽ പോലും ദൈവത്തിൻ്റെ സർവജ്ഞാനമുണ്ട്. താൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ 3ാമത്തെ വാക്യത്തിൽ ഒരു ദിവസം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, താൻ കിടക്കയിൽ നിന്ന് എണീക്കുന്നതും കിടക്കാൻ പോകുന്നതും, അതും ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അതുമാത്രമല്ല, ദാവീദ് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, താൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതെല്ലാം യഹോവയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ചുരുക്കി പറഞ്ഞാൽ ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള, അതോടൊപ്പം തന്നെ ഒട്ടും പ്രാധാന്യവുമില്ലാത്ത എല്ലാ കാര്യങ്ങളും, അതായത് ബാഹ്യമായിട്ട് താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നതിനോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളും യഹോവയ്ക്ക് ദാവീദിനെ പറ്റി അറിയാം. എന്തൊക്കെയാണത്? ദൂരത്തിൽ നിന്നും ദൈവം ദാവീദിൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതായത് ദാവീദിൻ്റെ ഉള്ളിലെ ആകുലങ്ങളും ദാവീദിൻ്റെ ഉള്ളിലെ പ്രയാസങ്ങളും ദാവീദ് പറഞ്ഞിട്ട് വേണ്ട ദൈവത്തിന് അറിയാൻ. ദാവീദ് പറയാതെ തന്നെ ദൈവത്തിന് അത് അറിയാം. 2, ദാവീദിൻ്റെ നാവിൽ വരാൻ പോകുന്ന ഏതൊരു വാക്കിന് മുമ്പ് ദാവീദിൻ്റെ എല്ലാ വാചകങ്ങളും ദൈവം മനസ്സിലാക്കുന്നു, ദൈവം അറിയുന്നു. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രവണതയുണ്ട്. ദാവീദ് പറയുന്ന ഏതൊരു കാര്യം തെറ്റിദ്ധരിക്കുവാനും തെറ്റിദ്ധരിക്കപ്പെടുവാനും സാധ്യതകളുണ്ട്. എന്നാൽ ആ ഒരു കാര്യം യഹോവയ്ക്കില്ല. യഹോവ
ദാവീദ് സംസാരിക്കുന്ന എല്ലാ കാര്യത്തിൻ്റെ പിന്നിലെ ഉദ്ദേശവും അർത്ഥവും നേരത്തെ അറിയുന്നു. ദാവീദിന് ദൈവത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയത്തില്ല എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് ദാവീദിൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ്, വാക്കുകൾ, ചിന്തകൾ, അതെല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ, അതായത് ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ ജ്ഞാനത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ സർവാധികാരവും ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. 5-ാമത്തെ വാക്യത്തിൽ ദൈവം തൻ്റെ സർവാധികാരം വ്യക്തിപരമായിട്ട് ദാവീദിൻ്റെ ജീവിതത്തിൽ പ്രത്യേക നിലയിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 5-ാമത്തെ വാക്യത്തിൽ ഒരു വാക്ക് നമുക്ക് കാണാൻ സാധിക്കും. ആ വാക്യം ഒന്ന് വായിക്കാം. 5-ാമത്തെ വാക്യം. നീ മുമ്പും പിമ്പും എന്നെ അടച്ചു. പ്രൊട്ടക്റ്റീവ് ബാരിയർ, അതായത് ദൈവം ദാവീദിന് ചുറ്റും ഒരു സുരക്ഷാ കവചം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ ഒരു കാര്യം പോലും ദാവീദിന് സംഭവിക്കത്തില്ല എന്നുള്ളതാണ് ഇവിടെ ദാവീദ് പറയുന്നത്. ആരംഭം മുതൽ അവസാനം വരെ ഉള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാമെന്ന് പറയുന്നത് തന്നെ അതിൽ തന്നെ നല്ല കാര്യമാണെങ്കിലും വ്യക്തിപരമായിട്ട് ദൈവത്തിൻ്റെ സർവജ്ഞാനവും ദൈവത്തിൻ്റെ സർവാധികാരവും അനുഭവിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയാൻ സാധിക്കുന്നത് എന്നുള്ളത് മാനുഷികമായിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. കാരണം ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച ഈ ദൈവം, ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനായ ദൈവം, വ്യക്തിപരമായിട്ട് ദാവീദിനെ അറിയുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു സന്തോഷം അത് വേറെയാണ്. ശരിയാണ്, ദൈവം ഇസ്രായേലിൻ്റെ പരിപാലകരാണ്. പക്ഷെ അത് മാത്രമല്ല, താൻ ആരോടൊക്കെയാണോ തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് അവരുടെ മേലെല്ലാം താൻ തൻ്റെ പരിപാലനം വ്യക്തിപരമായിട്ട് കാണിക്കുന്നു. He watches over those whom he has revealed himself to on a personal level. താൻ സൃഷ്ടിച്ച മനുഷ്യൻ്റെ കാര്യങ്ങളിൽ താൻ തൽപരനാണ്. He is interested in the man he created. ഇനി അടുത്ത 6 വാക്യങ്ങൾ, 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദിൻ്റെ ചുറ്റുമുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം, അതിൻ്റെ യാഥാർത്ഥ്യമാണ് ദാവീദ് വിശേഷിപ്പിക്കുന്നത്. 7-ാമത്തെ വാക്യത്തിൽ നാം 2 ചോദ്യങ്ങളാണ് കാണുന്നത്. ആ 2 ചോദ്യങ്ങളൊന്ന് വായിക്കാം. 7-ാമത്തെ വാക്യം. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഓക്കെ, ഈ 2 ചോദ്യങ്ങളിലൂടെ ദാവീദ് സ്ഥാപിക്കുന്ന സത്യം ഇതാണ്: ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുവാനോ ഒളിക്കുവാനോ തനിക്ക് കഴിയത്തില്ല. സാന്നിധ്യം, പ്രസൻസ് എന്നുള്ള വാക്ക് എബ്രായ ഭാഷയിൽ നിന്ന് നോക്കിയാൽ ഫേസസ്, മുഖങ്ങൾ എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്നത്. ഒരു പക്ഷേ സാരാംശത്തിൽ ഒരുവനായ അല്ലെങ്കിൽ ഒന്നായ ദൈവത്തിൽ നാം കാണുന്ന 3 വ്യക്തികളോടുള്ള ബന്ധത്തിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് നമുക്കിവിടെ ഒരുപക്ഷെ അത് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഓക്കെ, സ്വർഗത്തിൽ ദൈവം തന്നെ മഹത്വത്തിൻ്റെയും ധാർമ്മികമായിട്ടുള്ള സാന്നിധ്യത്തിൻ്റെയും കാര്യത്തിൽ ദൈവം അവിടെ ഉണ്ട്. പാതാളം എന്നുള്ള വാക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത് മരിച്ചവർ പോകുന്ന ഇടം, അല്ലാതെ നരകം എന്നുള്ള വാക്കല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. മരിച്ചവർ പോകുന്ന ഇടം, അവിടെ ദൈവം തൻ്റെ ദിവ്യ നീതിയോടുള്ള ബന്ധത്തിൽ താൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലങ്കൈ എന്നെ പിടിക്കും. ഓക്കെ, സൂര്യൻ്റെ പാത വെച്ച് താൻ അങ്ങോട്ട് യാത്ര ചെയ്താൽ, അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് താൻ പോയാൽ, ഇത് ഈ 2 ഭൂമിയിലുള്ള ലൊക്കേഷൻസ് ആണ്. ഭൂമിയിൽ ഏതറ്റം ചെന്നാലും തൻ്റെ ശക്തിയുടെ കാര്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ദാവീദ് അവിടെ കാണും. അവിടെ ദൈവം തൻ്റെ കൈ കൊണ്ട് അവനെ നയിക്കും, അവനെ പിടിക്കും. David is so assured of the constant presence of God's hand of love and care that nothing would separate him from God. ദൈവത്തിൽ നിന്നും തന്നെ വേർപെടുത്തുവാൻ കഴിയാത്ത തലത്തിലാണ് ദൈവത്തിൻ്റെ കരം ദാവീദിൻ്റെ മേലുള്ളത്. ഇനി നമുക്ക് 11ഉം 12ഉം വാക്യങ്ങളൊന്ന് വായിക്കാം. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും,
ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. ഈ രണ്ട് വാക്യങ്ങളിൽ നാം കാണുന്നത് ലൈറ്റ് കനോട്ട് എസ്കേപ്പ് ഗോഡ്സ് പ്രസൻസ് ആൻഡ് നോളജ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും അറിവിനെയും ഒളിച്ച് മാറ്റുവാൻ അല്ലെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടുവാൻ വെളിച്ചത്തിന് കഴിയത്തില്ല. അതുപോലെ തന്നെ ഇരുട്ടിനും കഴിയത്തില്ല. ഇരുട്ടിന് ഒരു പക്ഷേ മനുഷ്യൻ്റെ ക്രിയകളെ മറ്റ് മനുഷ്യരിൽ നിന്നും ഒളിപ്പിച്ചേക്കാം. പക്ഷേ ഇരുട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് പ്രകടമാണ്. ഡാർക്ക്നെസ് മേ ഹൈഡ് മാൻസ് ഡീഡ്സ് ഫ്രം മാൻ ബട്ട് നോട്ട് ഫ്രം ഗോഡ്. ഒന്നുകൂടെ പറയാം, ഇരുട്ടിൽ ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ മറ്റ് മനുഷ്യർ കണ്ടുവന്ന് വരില്ല, പക്ഷെ അത് ദൈവം കാണുന്നു. ആ കാര്യം ദൈവം ശ്രദ്ധയോടെ നോക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ അടുത്ത 6 വാക്യങ്ങളിൽ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്ന കാര്യം, ദാവീദിൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് ഈ സത്യങ്ങൾ, അതായത് ദൈവത്തിൻ്റെ സർവജ്ഞാനം, താൻ സർവ്വവ്യാപിയാണെന്നുള്ളതും സർവശക്തനാണെന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം വ്യക്തിതലത്തിൽ താൻ അനുഭവിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് വായിക്കാം. നീയല്ലോ എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകെത്തുകയും എത്ര വലിയത്. ഓക്കെ, ദൈവത്തിൻ്റെ സർവജ്ഞാനം ദാവീദ് ജനിച്ചതിന് ശേഷമുള്ള കാലങ്ങളിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്. അതായത് ഈ 12 വാക്യങ്ങൾ, ആദ്യത്തെ 12 വാക്യങ്ങളിൽ ദാവീദ് ജനിച്ചതിന് ശേഷം നടക്കുന്ന കാര്യങ്ങളെ പറ്റി മാത്രമേ ദാവീദ് അവിടെ ചർച്ച ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഈ 13-ാം വാക്യം മുതൽ നാം കാണുന്നത് ദാവീദ് തൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ താൻ എന്തൊക്കെയാണ് അനുഭവിച്ചത്, അല്ലെങ്കിൽ ആ സന്ദർഭങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ സർവജ്ഞാനവും ഉണ്ട്. ഒരു മനുഷ്യൻ ദാവീദിനെ നേരിൽ കാണുന്നതിന് മുമ്പ് തന്നെ ആരാണ് ദാവീദിനെ കണ്ടത്? ദൈവം. അതാണ് ഇവിടെ താൻ പറയുന്നത്. ഈവൻ ബിഫോർ എനിവൺ ഹാസ് സീൻ ഹിം, ഗോഡ് ഹാസ് സീൻ ഹിം. ദൈവത്തിൻ്റെ അനുവാദത്താലാണ് ദാവീദിൻ്റെ ആരംഭം തന്നെ ഉണ്ടായത് തൻ്റെ അമ്മയുടെ ഉദരത്തിൽ. God's presence in the womb resulted in the omnipotent work of creating David. ദൈവത്തിൻ്റെ സർവശക്തി ആണ് ദാവീദിൻ്റെ സൃഷ്ടിയുടെ കാരണം. മനുഷ്യ ശരീരത്തിൻ്റെ സങ്കീർണതകളെപ്പറ്റി ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഈ കാര്യത്തെപ്പറ്റി ദാവീദ് ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. He realized the infinite wisdom of God behind his creation. തൻ്റെ സൃഷ്ടിയുടെ പിന്നിലെ അല്ലെങ്കിൽ അളവില്ലാത്ത ജ്ഞാനത്തെപ്പറ്റി ദാവീദ് ഇവിടെ തിരിച്ചറിയുകയാണ്. തൻ്റെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും, എല്ലാ സിസ്റ്റമും ഒരു രീതിയിൽ അല്ലെങ്കിൽ ചേർന്ന് പോകുന്ന ഒരു രീതിയിൽ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നതെന്ന് കണ്ട് താൻ ആശ്ചര്യപ്പെടുകയാണ്. പിണ്ഡാകാരമായിരിക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിൻ്റെ സർവ്വജ്ഞാനവും ദൈവത്തിൻ്റെ സർവ്വവ്യാപകത്വവും തൻ്റെ അടുക്കലേക്ക് വന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. 15-ാമത്തെ വാക്യത്തിൽ 2 പ്രത്യേക പദപ്രയോഗങ്ങളുണ്ട്. അതൊന്ന് വ്യക്തമാക്കാൻ നമുക്ക് ആ വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഓക്കെ, 2 പദപ്രയോഗങ്ങളാണ്. ഒന്ന് ഇൻട്രിക്കേറ്റ്ലി വോവൺ, അതായത് ദൈവം ഒരു എംബ്രോയിഡറി വർക്ക് എങ്ങനെ ചെയ്യുന്നോ, നമുക്കറിയാം എംബ്രോയിഡറി വർക്കിൽ നൂല് കൊണ്ടുള്ള ഒരു ചിത്രം ഒരു തുണിയുടെ മേൽ വളരെ സൂക്ഷ്മതയോടെ കരവിരുതോടെയാണ് ആ ആൾ ചെയ്യുന്നത്. ആ രീതിയിലുള്ള ഒരു സൂക്ഷ്മമായ വളരെ കെയർഫുൾ ആയിട്ടുള്ള ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ്റെ സൃഷ്ടി എന്ന് ദാവീദ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ എംബ്രോയിഡറി വർക്ക് സമയമെടുത്ത് ചെയ്ത് വളരെ സൂക്ഷ്മതയോടെ ഡിസൈനോട് കൂടി ചെയ്യുന്ന ഒരു രീതിയിലാണ് ദൈവത്തിൻ്റെ സൃഷ്ടി മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദാവീദ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ ഡെപ്ത്സ് ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ആഴങ്ങളിൽ
That refers to any mysterious unseen place inaccessible for any human being. ഒരു മനുഷ്യന് ശാരീരികമായിട്ട് കയറി ചെല്ലുവാൻ പറ്റാത്ത ഏതൊരു അദൃശ്യമായ സ്ഥലത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യന് ശരീരമായിട്ട് കയറി ചെല്ലുവാൻ കഴിയാത്തൊരു സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. തൻ്റെ കരവിരുതിൽ വളരെ ഭംഗിയായിട്ട് ദാവീദിന് ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും സപ്ലൈ ചെയ്തുകൊണ്ട് ദാവീദിനെ ജീവനിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവം. ഈ 16-ാം വാക്യത്തിൽ തൻ്റെ ജനനത്തെ പറ്റി മാത്രമല്ല താൻ പറയുന്നത്. 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? തൻ്റെ പുസ്തകത്തിൽ ദാവീദിൻ്റെ ആയുഷ്കാലത്തിൻ്റെ ആദ്യത്തെ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെ ദാവീദ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുക. ബിഫോർ ഓർ ആഫ്റ്റർ ഹിസ് ബർത്ത് God has recorded everything about David. 17-18 വാക്യങ്ങളിൽ നാം കാണുന്നത് ദാവീദ് ജനിക്കുന്നതിന് മുമ്പ് ദൈവം എപ്രകാരം ദാവീദിനെ കരുതിയോ, ദാവീദ് ജനിച്ചതിന് ശേഷം താൻ എപ്രകാരം ദാവീദിനെ കരുതിയോ, ഇതെല്ലാം കാണുമ്പോൾ അതിൻ്റെ മൂല്യം എത്രത്തോളം വലുതാണെന്നുള്ളത് ദാവീദ് തുറന്നു പറയുകയാണ്. ഒരു വ്യക്തി നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ സൃഷ്ടിച്ച ഒരു ദൈവം നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മളെ വളരെ പ്രൊട്ടക്റ്റ് ചെയ്ത് ജനിച്ചതിന് ശേഷം ഈ ലോകത്തിലുള്ള നമ്മുടെ ജീവിതം അവസാനിക്കുന്നതുവരെ ആ കാര്യങ്ങളെല്ലാം നമ്മൾ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കൺമുമ്പിലുണ്ട്. ഈ 18-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് താൻ ഉറങ്ങാൻ പോകുന്നത് ദൈവത്തിന് തന്നെ പറ്റിയുള്ള ചിന്തകളെ ഓർമ്മിച്ചുകൊണ്ടാണ്, ഉണരുന്നതും അതിനെ ചിന്തിച്ചുകൊണ്ടാണ്. He goes sleeping thinking about all of these things. And then he awakes thinking about all of these things. നമ്മളെ സൃഷ്ടിക്കുവാൻ ഒരു മുൻകൈ എടുത്ത ഒരു ദൈവം നമുക്കുണ്ട്. നമ്മളെ അറിയുവാൻ, നമ്മളുടെ കൂടെ ആയിരിക്കുവാൻ, നമ്മളോടൊപ്പം ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഈ ഒരു ദൈവത്തെ നമുക്ക് വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ വേറെന്തും കൊണ്ടോ അളക്കുവാൻ കഴിയത്തില്ല. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം നമ്മളെ പോലുള്ള വ്യക്തികളോട് ബന്ധപ്പെടുവാൻ ഒരു മുൻകൈ എടുക്കുന്നു. പ്രത്യേകിച്ച് പാപം ചെയ്ത ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യരോടാണ് ദൈവം ഇതിങ്ങനെ ഇടപെടുന്നത് എന്നുള്ളത് നമ്മൾ വളരെയധികം ചിന്തിക്കണം. നമ്മളോട് ഇത്തരത്തിൽ ഇടപെടുവാൻ നമ്മളിൽ യാതൊരു യോഗ്യതയുമില്ല. നമ്മുടെ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇത്തരത്തിൽ ഒരു കരുതൽ നമുക്ക് ലഭിക്കുവാൻ നമുക്ക് യാതൊരു യോഗ്യതയുമില്ല. എന്നിട്ടും ദൈവം ഇത് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബന്ധത്തിലേക്ക് ദൈവം നമ്മളുടെ അടുത്ത് പ്രവേശിക്കുമ്പോൾ ഈ ദൈവത്തോട് നമ്മൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ പ്രതികരിക്കേണ്ടത്? ഇനിയുള്ള വാക്യങ്ങളിൽ, അതായത് 19-ാം വാക്യം മുതൽ 24-ാം വാക്യം വരെയുള്ള ചില വാക്യങ്ങളിൽ 2 കാര്യങ്ങളാണ് ദാവീദ് പറയുന്നത്. നമുക്ക് 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ദൈവമേ, നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു. രക്തപാതകന്മാരെ എന്നെ വിട്ടുപോകുവിൻ. അവർ ദ്രോഹമായി നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു. നിന്റെ ശത്രുക്കൾ നിന്റെ നാമം വൃഥാ എടുക്കുന്നു. യഹോവേ, നിന്നെ പഴിക്കുന്നവരെ ഞാൻ പഴിക്കേണ്ടതല്ലയോ? നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? ഞാൻ പൂർണ്ണ ദ്വേഷത്തോടെ അവരെ ദ്വേഷിക്കുന്നു. അവരെ എൻ്റെ ശത്രുക്കളായി എണ്ണുന്നു. തന്നെ അറിയുന്ന, തന്നോടൊപ്പമായിരിക്കുന്ന ഈ യഹോവയോടുള്ള വർദ്ധിച്ചു വരുന്ന സ്നേഹവും ദൈവത്തിൻ്റെ സ്വഭാവവിശേഷതകളെ പറ്റിയുള്ള ദാവീദിൻ്റെ വർദ്ധിച്ചു വരുന്ന തിരിച്ചറിവും ദാവീദിനെ എങ്ങോട്ടാണ് നയിക്കുന്നത്? എ സ്ട്രോങ് കട്ടിംഗ് ഓഫ് ഫ്രം ദോസ് ഹു ആർ ഇൻ റെബല്യൻ അഗൈൻസ്റ്റ് യാഹ്വേ. യഹോവയായ ദൈവത്തോട് മറുതലിച്ച് നിൽക്കുന്നവരോട് എന്നേക്കുമായിട്ടുള്ള ഒരു വിച്ഛേദം, അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതായത് ഈ 21, 22 വാക്യങ്ങളിൽ നാം കാണുന്ന കാര്യം ഇതാണ്. ദൈവം പാപത്തെ കാണുന്നത് പോലെ തന്നെയാണ് ദാവീദും പാപത്തെ കാണുന്നത്. പാപം ഉണ്ടാകുമ്പോൾ ദൈവത്തിന് എന്തോരം വേദനയുണ്ടോ ആ വേദനയാണ് ദാവീദിനും ഉള്ളത്. ദൈവത്തിനെതിരെ പാപം നടക്കുമ്പോൾ അത് ദാവീദിനും വേദന ഉണ്ടാക്കുന്നു. David is hurt when God is sinned against. ദൈവത്തോട് മറുതലിച്ച് നിൽക്കുന്ന വ്യക്തികൾ ദൈവത്തോട് പാപം ചെയ്യുമ്പോൾ അത് അവർക്ക് ദൈവത്തോടുള്ള വെറുപ്പ് നിമിത്തമാണ് അത്തരം പാപത്തിൽ അവർ ഏർപ്പെടുന്നത്. അതോടൊപ്പം തന്നെ അവർ
മനുഷ്യരോടും ഇത്തരത്തിൽ പാപം ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് ആ വാക്യത്തിൽ കാണാൻ സാധിക്കും. ദാവീദ് ആഗ്രഹിക്കുന്നത് ഒരു പാപം നടക്കുമ്പോൾ നീതിമാനായ പരിശുദ്ധനായ ദൈവത്തോട് കൂടിയിട്ടാണ് നിൽക്കും. കാരണം ദൈവത്തോടും മനുഷ്യരോടും ചെയ്യുന്ന പാപങ്ങളുടെ കാര്യം താൻ കാണുമ്പോൾ തനിക്ക് മനം മടുത്തിരിക്കുകയാണ്. ഹീസ് ഫെഡ് അപ്പ് വിത്ത് സിൻസ് ദാറ്റ് ഹാവ് ഹാപ്പൻഡ്. പാപത്തെയും പാപിയെയും വേർതിരിച്ച് കാണാത്തത് ദൈവത്തിൻ്റെ ഒരു സവിശേഷത ആയതുകൊണ്ട് ദാവീദും ആ ഒരു നിഗമനത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. നമ്മൾ പലപ്പോഴും തെറ്റായ രീതിയിൽ പറയാറുണ്ട്, പാപത്തെ വെറുത്ത പാപിയെ സ്നേഹിക്കുന്ന ഒരു ദൈവം. നമ്മളത് നല്ല ഉദ്ദേശത്തിലാണ് പറയുന്നതെങ്കിലും അതിൽ വളരെയധികം തെറ്റുണ്ട്. God doesn't just send the sin to hell, he sends the sinner to hell. ദൈവം പാപത്തെ മാത്രമല്ല നരകത്തിലേക്ക് അയക്കുന്നത്, ആ പാപം ചെയ്യുന്ന പാപിയെയും നരകത്തിലേക്ക് അയക്കും. ഒന്ന് വിശദീകരിക്കാം. സങ്കീർത്തനം 5 അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. സങ്കീർത്തനം 5-ന്റെ 4 മുതൽ 6 വരെ. നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കയില്ല. അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കയില്ല. നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും നീ പകയ്ക്കുന്നു. ഭോഷ്ക് പറയുന്നവരെ നീ നശിപ്പിക്കും. രക്തപാതകവും ചതിയുമുള്ളവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം ആ ചെയ്ത ദുഷ്ടത്തരങ്ങൾ മാത്രമല്ല, ആ ചെയ്യുന്ന ദുഷ്ടനെയും ദൈവം പകയ്ക്കുന്നു, വെറുക്കുന്നു എന്നുള്ളതാണ് ആ ഭാഗം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നത്. അപ്പോൾ ദൈവം പാപത്തെയും പാപിയെയും വേർതിരിച്ച് കാണാത്തത് കൊണ്ട് അതേ സമീപനം തന്നെയാണ് ദാവീദും എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ളൊരു പാഠം എന്താണ്? ദൈവത്തിൻ്റെ സവിശേഷതകളെ പറ്റി നാം അറിയുമ്പോൾ, അതിൽ വർദ്ധിച്ചു വരുമ്പോൾ അത് നമ്മൾ എന്തിലേക്കാണ് നയിക്കേണ്ടത്? ഇറ്റ് മസ്റ്റ് ലീഡ് അസ് ടു എ റാഡിക്കൽ സെപ്പറേഷൻ ഫ്രം പീപ്പിൾ ഹു വയലേറ്റ് ഗോഡ്സ് ലോസ്. ദൈവത്തിൻ്റെ നിയമങ്ങളെ ലംഘിക്കുന്നവരിൽ നിന്നും ഉള്ള ഒരു വിച്ഛേദനത്തിലേക്കാണ് ഈ അറിവ് നമ്മളെ നയിക്കേണ്ടത്. ആൻഡ് ഇറ്റ്സ് നോട്ട് ഇൻ എ മാനർ ദാറ്റ് വി സ്റ്റാൻഡ് ഇൻ ദ പ്ലേസ് ഓഫ് ഗോഡ് ആൻഡ് ജഡ്ജ് ദം. അതായത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരെ വിധിക്കാനായിട്ടുള്ളൊരു പുറപ്പാടിലല്ല നാം അത് ചെയ്യേണ്ടത്. ആൻഡ് ദെൻ ഡീം ദം ടു ഹെൽ, അവരെ നരകത്തിലേക്ക് നമ്മൾ തന്നെ വിധിക്കാനുള്ളതല്ല. വാട്ട് ഈസ് ഹാപ്പനിങ്? വാട്ട് ഷുഡ് ഹാപ്പൻ? വി ആർ ഇൻ പെർഫെക്റ്റ് അഗ്രിമെന്റ് വിത്ത് ദ റൈറ്റസ് ജഡ്ജ്മെന്റ് ഓഫ് ഗോഡ് ദാറ്റ് വിൽ കം അപ്പോൺ എ സിന്നർ. ഒരു പാപിയുടെ മേൽ വരാനുള്ള ദൈവത്തിൻ്റെ ന്യായമായ വിധിയോട് നാമും യോജിക്കുന്നു എന്ന് പറയുന്ന രീതിയിലാണ് അത് വരേണ്ടത്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നീ നരകത്തിൽ പോകുവാൻ ഉള്ളവനാണെന്ന് പറയാനല്ല, മറിച്ച് ദൈവം അത് പറയുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ നിൽക്കാൻ. അതാണ് ഇവിടുത്തെ ഉദ്ദേശം. ദൈവം താൻ തന്ന 10 കൽപ്പനകളിൽ പാപം ചെയ്താൽ ഉണ്ടാവുന്ന പരിണിത ഫലങ്ങളെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പരിണിത ഫലങ്ങളെല്ലാം നീതിയോട് കൂടിയതാണ്. ഇറ്റ്സ് ജസ്റ്റ്. അപ്പോൾ just like David never showed unnecessary sympathy to those whose rejection towards God is deliberate. ദൈവത്തോട് മറുതലിക്കുന്ന കാര്യത്തിൽ മനഃപൂർവ്വം നിലപാടെടുക്കുന്ന വ്യക്തികളോട് ദാവീദ് ആവശ്യമില്ലാത്ത സിമ്പതി കാണിക്കാത്തതുപോലെ we too are to desire what God would do to those who deliberately choose sin over repentance. മാനസാന്തരത്തേക്കാൾ പാപത്തെ മനഃപൂർവ്വം തിരഞ്ഞെടുക്കുന്നവരോട് ദൈവം എന്ത് ചെയ്യും അത് ആഗ്രഹിക്കുന്ന തലത്തിൽ നാം എത്തണം. ദൈവത്തോടുള്ള കൂറ് വേണോ അതോ മനുഷ്യരോടുള്ള കൂറ് വേണോ? അത് നമ്മൾ ഇവിടെ ഒരു തീരുമാനം എടുക്കണം. ദൈവത്തോടുള്ള കൂറാണ് നമുക്ക് പ്രധാനമെങ്കിൽ ഒരു പാപിയുടെ മേൽ ദൈവം എന്ത് ചെയ്യുന്നു, തൻ്റെ നീതിയിൽ താൻ എന്ത് ചെയ്യുന്നു, അതിനോടൊപ്പം കൂടെ നിൽക്കാനായിരിക്കണം നാം ആഗ്രഹിക്കേണ്ടത്. ദൈവത്തെക്കാൾ സ്നേഹം കാണിക്കാനല്ല നമ്മളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത്. ചില ആൾക്കാർക്ക് തെറ്റ് ചെയ്യുന്നവരോട് ദൈവത്തെക്കാൾ കൂടുതൽ സിമ്പതിയാണ്. അതെന്തുകൊണ്ടാണ് സിമ്പതി കാണിക്കുന്നറിയോ? ഒളിഞ്ഞും തെളിഞ്ഞും ആ മറ്റേ വ്യക്തിയുടെ ക്രിയകളെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ അവരും അത് രഹസ്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു തെറ്റ് ചെയ്യുന്ന ഒരാളെ ഞാൻ എന്താ പറയുക, ആ വ്യക്തിയിൽ നിന്നും അകൽച്ച പാലിക്കാതെ ആ വ്യക്തിയെ ന്യായീകരിക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്തുവാണ്? ആ വ്യക്തിയുടെ ക്രിയകളോട് എനിക്ക് പൂർണ്ണ യോജിപ്പാണ്, അത് രഹസ്യത്തിൽ ഞാനും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതാണ് യാഥാർത്ഥ്യം. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തോട് സ്നേഹമുള്ള ഒരാൾ
അങ്ങനെ ന്യായീകരിക്കത്തില്ല. ദൈവത്തിന് എന്ത് നിലപാടാണോ പാപത്തിൻ്റെ മേലുള്ളത്, ആ നിലപാട് തന്നെയായിരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവനും കാണിക്കുന്നത്. വി ആർ നോട്ട് കോൾഡ് ടു ബി മോർ ലവിങ് ദൻ ഗോഡ്, പക്ഷേ വി ആർ ടു ബി merciful ടു ദ വൺ ഹു repents of his sin and forsakes it. പാപത്തിൽ നിന്ന് മനംതിരിഞ്ഞ് പാപത്തെ വിട്ടൊഴിയുന്നവനോട് ദൈവം കരുണ കാണിക്കുന്നത് പോലെ നാം കരുണ കാണിക്കണം. അതും ദൈവത്തിൻ്റെ മനസ്സാണ്. ദൈവം കരുണ കാണിക്കുന്നവനോട് കരുണ കാണിക്കാത്തതും ചില വ്യക്തികൾക്കുള്ള ഫോൾട്ടുണ്ട്. ദൈവം ദേഷ്യപ്പെടുന്നവനോട് സ്നേഹിക്കാനും ദൈവം സ്നേഹിക്കുന്നവരെ വെറുക്കാനുമുള്ള രണ്ട് എക്സ്ട്രീമും നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതാണ് ഈ ഭാഗത്ത് നമ്മൾ പറയുന്ന കാര്യം. ഇനി നമുക്ക് ഈ സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധയിട്ടിരിക്കാം. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഓക്കെ. ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു പരിണിത ഫലമാണ് പാപത്തിൽ തുടരുന്നവരോടുള്ള ബന്ധത്തിലുള്ള നമ്മളുടെ അകൽച്ച. അത് നമ്മൾ കണ്ടു, ഇതിനു മുമ്പുള്ള വാക്യങ്ങളിൽ നമ്മളത് കണ്ടതാണ്. പക്ഷെ നാം അതുകൊണ്ട് നിർത്തേണ്ടവരല്ല. മറ്റുള്ളവരുടെ ജീവിതത്തിലെ പാപങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ അതേ ശ്വാസത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിലും അത്തരം പാപങ്ങളോട് ബന്ധത്തിൽ നമ്മൾ ഇതേ നിലപാട് തന്നെ എടുക്കണം. ചിലരുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പാപങ്ങൾ വരുമ്പോൾ വിധികർത്താക്കളാകും, എന്നാൽ സ്വന്തം ജീവിതത്തിലെ പാപങ്ങൾ വരുമ്പോൾ നല്ല അസല വക്കീലുമാകും. മറ്റുള്ളവരെ വിധിക്കാൻ പെട്ടെന്ന് മുന്നിലുണ്ട്, പക്ഷേ സ്വന്തം ജീവിതത്തിൽ അതേ കാര്യങ്ങൾ വരുമ്പോൾ അതെങ്ങനെയെങ്കിലും ന്യായീകരിച്ചങ്ങ് പോകും. അതല്ല വേണ്ടത്. കാരണം ദൈവത്തിൻ്റെ സർവജ്ഞാനവും ദൈവത്തിൻ്റെ സർവശക്തിയും ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ സ്വഭാവവിശേഷതകൾ ഒരു തിയറി ആയിട്ട് മാത്രം നിൽക്കുന്ന കാര്യങ്ങളല്ല. ദാവീദ് അംഗീകരിക്കുന്നൊരു കാര്യം, ദാവീദിനേക്കാൾ അറിയുന്നതിനേക്കാളും എത്രയോ ഉന്നതമായിട്ട് യഹോവ ദാവീദിനെ അറിയുന്നു. യാഹ്വേ നോസ് ഡേവിഡ് മോർ ദാൻ ഡേവിഡ് നോസ് ഹിംസെൽഫ്. അതുകൊണ്ട് ദാവീദിന് തന്നെ ശോധനയ്ക്ക് വിധേയനാക്കുന്നു. ഇവിടെ ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം ശോധന ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒന്ന്, ആൻഷ്യസ് തോട്ട്സ്. ആ വാക്യം 23ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. നിലവുകൾ ഇംഗ്ലീഷിൽ ആകുലത നിറഞ്ഞ ചിന്തകൾ എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ആങ്സൈറ്റി, ആകുലത അല്ലെങ്കിൽ വിചാരപ്പെടുന്നത് അവിശ്വാസത്തിൻ്റെയോ ശരിയായ സ്ഥലത്തിൽ വിശ്വാസം അർപ്പിക്കാത്തതിൻ്റെയോ ഒരു സൂചനയാണ്. ഓക്കെ. അപ്പോൾ ആ ഒരു കാര്യം ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് ദൈവം പരിശോധിക്കുവാൻ ദാവീദ് തന്നെ വിധേയനാക്കുകയാണ്. അതുമാത്രമല്ല, see if there is any hurtful way in me. മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോടും വേദന ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു വഴി, പാപത്തിൻ്റെ വഴി ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ദാവീദ് തന്നെത്താൻ പരിശോധനയ്ക്ക് വിധേയനാക്കുകയാണ്. പല ആൾക്കാരും ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, ബാഹ്യമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന് മാത്രം ദൈവത്തോട് പറഞ്ഞ് ആകുവാൻ നോക്കുന്നവരാ. പക്ഷേ ഒരു യഥാർത്ഥ ദൈവഭക്തൻ മാത്രമേ അവൻ്റെ ഹൃദയവും ആ ശോധനയ്ക്ക് വിധേയനാക്കുവാൻ കഴിയത്തുള്ളൂ. ഞാൻ പുറമെ ചെയ്യുന്ന കാര്യങ്ങൾ ഏത് ഉദ്ദേശത്തിലാണെന്നുള്ളത് മനുഷ്യർക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. പക്ഷേ അതിനുമപ്പുറം ഹൃദയത്തിൽ കാണുന്ന കാര്യങ്ങളെ ശോധന ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. അതൊരു തിയറിയാണ്, പക്ഷെ ആ തിയറി പ്രാക്ടിക്കലാക്കിയതാണ് ദാവീദ്. ഈ 2 കാര്യങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്നും മാറ്റുവാൻ, അല്ലെങ്കിൽ ദൈവം ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്നും മാറ്റുവാൻ ദാവീദ് ആഗ്രഹിക്കുന്നു. അവന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന നീതിയുടെ വഴി അല്ലെങ്കിൽ നിത്യതയുടെ വഴിയിലേക്ക് ദാവീദിനെ നയിക്കുവാൻ ദൈവത്തോട് താൻ അപേക്ഷിക്കുന്നു. കില്ലിംഗ് സിൻ ആൻഡ് കമ്മിങ് ഔട്ട് ഓഫ് ഇറ്റ് ഈസ് നോട്ട് ഹ്യൂമൻലി പോസിബിൾ. പാപത്തെ കൊല്ലുന്നതും പാപത്തിൽ നിന്നും പുറത്തു വരുന്നതും മാനുഷികമായിട്ട് നോക്കിയാൽ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വീഴ്ച സംഭവിച്ച ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്.
തെറ്റുകൾ എല്ലാം നമുക്ക് ചുറ്റുമുണ്ട്. അതുമാത്രമല്ല, പാപത്തിൽ വീണു പോകുവാൻ കഴിയുന്ന ഒരു ശരീരമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ വി നീഡ് ഗോഡ്സ് ഹെൽപ്പ് ടു ബി വിക്ടോറിയസ് ഓവർ സിൻ. പാപത്തോട് ജയം വരിക്കുവാൻ നമുക്ക് നമ്മുടെ സ്വന്തം ശക്തിയാൽ കഴിയുന്ന ഒന്നല്ല. അതിന് ദൈവത്തിൻ്റെ സഹായം കൂടിയേ തീരൂ. ദൈവത്തിന് മാത്രം നൽകാൻ കഴിയുന്ന ഇത്തരം ഒരു സഹായം അവഗണിക്കുന്നതിന് ദോഷകരമായിട്ടുള്ള പരിണിത ഫലങ്ങളുണ്ട്. ഉദാഹരണത്തിന് നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകം 4 ദൈവം ആ 2 യാഗങ്ങളുടെ കാര്യത്തിലുള്ള പ്രതികരണം ചെയ്തിട്ടുണ്ട്. കൈനിലും കൈൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. ദൈവം അവിടെ ആബേലിനോടൊരു വാക്കുപോലും മിണ്ടുന്നില്ല. പക്ഷേ കൈനിൽ ദൈവം പ്രസാദിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ദൈവം അതിൻ്റെ പരിഹാരവും കൈന് കൊടുക്കുന്നുണ്ട്. അത്തരം ഒരു കൃപ ദൈവം കൈന് കാണിച്ചു. പക്ഷെ ആ കൃപ പോലും കൈൻ പരിഗണിക്കുന്നില്ല. ദൈവത്തിന് മാത്രം തരാൻ കഴിയുന്ന പാപത്തിന് മേലുള്ള ജയം, അതിനെ തിരസ്കരിച്ച് പോകുന്ന വ്യക്തിക്ക് നരകമാണ് ആ വ്യക്തിയുടെ ആത്യന്തികമായിട്ടുള്ള സ്ഥലം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന അടുത്ത ലെസൺ എന്ന് പറയുന്നത്, ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്ന ഒരാൾ, അതോടൊപ്പം തന്നെ ദൈവത്താൽ അറിയപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഒരാൾ മറ്റുള്ളവരിലുള്ള പാപത്തിനോടുള്ള ബന്ധത്തിൽ ശത്രുത കാണിച്ചു എന്നുകൊണ്ട് തീർന്നില്ല. ആ വ്യക്തിയും തുടർമാനമായിട്ടുള്ള ഒരു കീഴടങ്ങലിലേക്ക് എല്ലാ തവണയും നീങ്ങണം, എല്ലാ ദിവസവും നീങ്ങണം. ഹൃദയങ്ങളെയും നിലവുകളെയും ശോധന ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിൽ സറണ്ടർ ചെയ്ത് എല്ലായ്പ്പോഴും പാപത്തിൻ്റെ കാര്യത്തിലൊരു ആത്മപരിശോധന ഒരു ദൈവഭക്തൻ ചെയ്തിരിക്കണം. നമുക്ക് നമ്മുടെ പാപങ്ങളെല്ലാം കാണാൻ സാധിക്കത്തില്ല, മറ്റുള്ളവർക്ക് കാണാം. പക്ഷെ അത് നമ്മളോട് പറയാൻ അവർക്ക് ചിലപ്പോൾ ഒരു മടിയുണ്ടാകും. നമ്മൾ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നുള്ളതിൻ്റെ ഒരു പേടിയുണ്ടാകും. അതുകൊണ്ട് ചിലപ്പോൾ നമ്മളോടത് പറയുന്നില്ല എന്ന് വരും. പക്ഷേ തിരുവെഴുത്തിലൂടെ നമ്മളുടെ പാപങ്ങളെ വ്യക്തമായിട്ട് പറയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഓക്കെ, ആ ദൈവം നമുക്കിത് വെളിപ്പെടുത്തി തരും. So rather than treating the omniscience and omnipotence of God as just a truth that we remember when we speak about God, we need to surrender ourselves to these things. ദൈവത്തിൻ്റെ സർവജ്ഞാനവും സർവശക്തിയും ദൈവത്തെപ്പറ്റി ഓർക്കുമ്പോൾ പറയുന്ന കേവലം ചില സത്യങ്ങളായിട്ട് മാത്രം ഇതിനെ ട്രീറ്റ് ചെയ്യാതെ ഇതിലേക്ക് നാം നമ്മളെ തന്നെ സറണ്ടർ ചെയ്യണം. ഇതിൻ്റെ വെളിച്ചത്തിൽ നാം ജീവിക്കണം. നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ സ്വകാര്യ ജീവിതം, നമ്മളുടെ സംസാരം, നമ്മളുടെ ക്രിയകൾ, നമ്മളുടെ യാത്ര, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇതിൻ്റെ ഒരു സ്വാധീനം നമുക്കുണ്ടാവണം. ദൈവം എല്ലായിടത്തും ഉണ്ടെന്നുള്ളതും, ദൈവം എൻ്റെ എല്ലാ കാര്യങ്ങളെ കാണുന്നു എന്നുള്ളതും, ദൈവം എല്ലാം അറിയുന്നു എന്നുള്ളതും എല്ലാം നാം അതിൻ്റെ വെളിച്ചത്തിൽ വേണം ജീവിക്കുവാൻ. ഈ ലോകത്ത് മറ്റാരും ചെയ്യാത്തൊരു കാര്യമാണ് ദൈവം ചെയ്തത്. അതായത് നമ്മളെ ഈ രീതിയിൽ നാം ജനിക്കുന്നതിന് മുമ്പും ജനിച്ചതിന് ശേഷവും ഇങ്ങനെ നമ്മളെ അറിയുവാൻ കാണിച്ച ഈ സ്റ്റെപ്പ് ഈ ലോകത്ത് ഒരാൾ പോലും കാണിച്ചിട്ടില്ല. അപ്പോൾ ആ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുവാൻ നമുക്ക് സഹായം നമുക്ക് ദൈവത്തിൽ നിന്നേ കിട്ടത്തുള്ളൂ. ഞാനൊന്ന് പറയട്ടെ, ദൈവം നിങ്ങളെ അറിയുവാൻ ശ്രമിച്ച ഈ ഒരു രീതിയിൽ ഈ ലോകത്തുള്ള ഒരു സെലിബ്രിറ്റിയും ഒരു രാഷ്ട്രീയക്കാരനും ചെയ്തിട്ടില്ല. ഞാനും നിങ്ങളുമൊക്കെ കാണുകയും ആദരിക്കുകയും ചെയ്യുന്ന അനേകം രാഷ്ട്രീയക്കാരോ സെലിബ്രിറ്റീസോ അവർക്ക് നമ്മളുണ്ടോ എന്ന് പോലും അറിയത്തില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും അവരെ വാഴ്ത്തുവാനും അവരുടെ പിന്നാലെ പോകുവാനുമാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം നമ്മൾ ചെലവാക്കുന്നത്. എന്നാൽ നമ്മളെ അറിയുവാൻ ശ്രമിച്ച, ഒരു വ്യക്തിബന്ധത്തിൽ ഏർപ്പെടുവാൻ ശ്രമിച്ച ഈ ദൈവത്തെ നാം കാണാതെ പോകരുത്. ഇതേ സർവശക്തിമാനായ ദൈവം തൻ്റെ സർവശക്തി എവിടെയാണ് പ്രകടമാക്കിയത്? യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചതിലൂടെ ദൈവം തൻ്റെ ശക്തിയെ പ്രകടമാക്കി. അതേ ശക്തി, ദൈവത്തിൻ്റെ ആത്മാവിലൂടെ വ്യാപരിക്കുന്ന ആ ദൈവത്തിൻ്റെ ശക്തി നമ്മളെയും നിത്യ ജീവിതത്തിൻ്റെ മാർഗത്തിലേക്ക് നടത്തുവാനും മതിയായതാണ്. അവസാനമായിട്ടൊരു ലെസനും കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ഈ സെഷൻ അവസാനിപ്പിക്കാം. ലെറ്റ് us remember that darkness and privacy may hide our actions from men, but not from God. ഓർക്കേണ്ട ഒരു കാര്യം, അന്ധകാരവും സ്വകാര്യതയും
മനുഷ്യരുടെ മുമ്പിൽ നമ്മളുടെ ക്രിയകൾ ചിലപ്പോൾ മറച്ചൊന്നു വരാം, പക്ഷേ ദൈവത്തിൽ നിന്നും നമുക്ക് ഒളിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. ഹീ നോസ് എവറിത്തിങ്. തനിക്കെല്ലാം അറിയാം. നമുക്ക് ദൈവത്തിന് മുമ്പാകെ അഭിനയിക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ സ്വകാര്യതയിൽ നാം ഏതെങ്കിലും ഒരു പാപത്തിൽ അകപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾക്കിപ്പോൾ അതിൽ നിന്ന് മാനസാന്തരപ്പെടുവാൻ, അതിനെ ത്യജിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാൻ ഇപ്പോൾ നമുക്ക് സമയമുണ്ട്. ഈ സമയം നമുക്കുള്ളപ്പോൾ മാനസാന്തരപ്പെട്ട് ദൈവഭാഗത്തേക്ക് വരിക, അവൻ്റെ പാപക്ഷമ കാംക്ഷിക്കുക, ആ പാപത്തിലേക്ക് തിരികെ പോകാതിരിക്കാനുള്ള തീരുമാനത്തിലേക്ക് നാം എത്തിച്ചേരുക. ഇന്ന് പിടിക്കപ്പെടാത്തത് കൊണ്ട് ധൈര്യം സംഭരിച്ച് നാളെയും ആ പാപത്തിൽ ഏർപ്പെട്ടാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പിടിക്കപ്പെടും. അത് നമുക്ക് ഒരുപാട് ലജ്ജ ഉണ്ടാക്കുന്നൊരു കാര്യമായിരിക്കും. അന്ന് നമ്മൾ പശ്ചാത്തപിക്കും. മാനസാന്തരപ്പെടും എന്നുള്ളതല്ല, അന്ന് നമ്മൾ പശ്ചാത്തപിക്കും. നേരത്തെ മാനസാന്തരപ്പെടുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതിൻ്റെ പശ്ചാത്തലം. പക്ഷേ അന്ന് നമ്മൾ പിടിക്കപ്പെട്ടാൽ നമ്മൾ മാനസാന്തരപ്പെടുമെന്നുള്ളതിന് എന്താ ഗ്യാരണ്ടി? യൂദാസിൻ്റെ കാര്യം എടുത്തു നോക്കി. യൂദാസ് 3.5 കൊല്ലം യേശുക്രിസ്തുവിനെ കൂടെ ജീവിച്ച് അദ്ദേഹത്തിൻ്റെ കാപട്യം ആരും കണ്ടില്ല. പക്ഷെ അത് ഒരു സമയത്ത് വെളിപ്പെട്ടു. ആ വെളിപ്പെട്ടതിന് ശേഷം താൻ ദൈവഭാഗത്തേക്ക് മടങ്ങി വന്നില്ല. കാരണം തൻ്റെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ല. താൻ എന്തിൻ്റെ പുറകെ പോയോ അത് തന്നെ അപൂർണനാക്കി. ഇറ്റ് ഫെയിൽഡ്. എന്നാൽ യേശുവിൻ്റെ കൂടെ തനിക്ക് വരുവാനുള്ള മനസ്സുമില്ല. അപ്പോൾ നേരത്തെ ഇതെല്ലാം ത്യജിക്കാമായിരുന്നു, പക്ഷെ അത് ത്യജിച്ചില്ല എന്നുള്ളതിൻ്റെ ഒരു പശ്ചാത്താപം മാത്രമേ ഉള്ളൂ. മാനസാന്തരം അവിടെ ഇല്ല. സോ ഡോണ്ട് ടേക്ക് ദ റിസ്ക്. ആ ഒരു റിസ്ക് നിങ്ങൾ എടുക്കരുത്. ഇന്ന് നമുക്ക് സമയമുണ്ട് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാനും തെറ്റുകൾ ഏറ്റുപറയാനും അത് ഒഴിവാക്കാനും. അതിനെ വെറുതെ നമ്മൾ കളയരുത്. ദാവീദിൻ്റെ ഈ സങ്കീർത്തനം ഒരു പക്ഷേ ഇത്രയും ആഴമായിട്ട് നമ്മളോട് ഈ അടുത്ത കാലം വരെ നമ്മളോട് സംസാരിച്ചിട്ടില്ല എങ്കിൽ ഈ രാത്രി അതിനൊരു മാറ്റം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും നമ്മളറിയുന്ന ദൈവത്തെ നമുക്ക് കൂടുതൽ ആഴമായിട്ട് അറിയുവാനും കൂട്ടായ്മയിലായിരിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്രദമാണ്.